ഇന്നലെ കുരുമുളക് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്ന് പഴുത്തതും ഉണങ്ങിയതൊക്കെ ഒന്ന് തിരിഞ്ഞ് മാറ്റുവാണ് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ തിരിഞ്ഞ് മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി കടയിൽ കൊടുക്കുവാണെങ്കിൽ ഇതൊന്നും എത്തൊന്നുമില്ല. നേരത്തെ കാലുകൊണ്ട് മെതിക്കുന്ന സമയത്തൊക്കെ തിരിയുമായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ മെഷീനിൽ തന്നെ മെതിക്കുന്നത്. ആ സമയത്ത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കൊണ്ടുപോയി മെതിക്കും. മെഷീനിൽ മെതിക്കുവാണെങ്കിൽ പഴുത്തതിൻ്റെ തോലൊന്നും പോകത്തില്ല. കാലുകൊണ്ട് മെതിക്കുന്ന സമയത്ത് അതിൻ്റെ തോലൊക്കെ പോകുമായിരുന്നേ. ഇത് പഴുത്തത് ആദ്യത്തെ, ഇത് നല്ല മുളകാണ് കേട്ടോ. അങ്ങനെ ഇനി അച്ഛൻ വരുന്ന സമയത്ത് വീട്ടിലോട്ട് കൊണ്ടുപോയി, എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടെ മെഷീനുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് മെഷീനിലിട്ട് മെതിച്ചെടുക്കുകയോ ചെയ്യുന്നത്. നാളെ മുതലത് ഉണക്കാനും ഇടും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് അരിഷ്ടം ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നെല്ലിക്ക കിട്ടിയ സമയത്ത് അങ്ങനെ അരിഷ്ടം ഇട്ട് വെച്ചതായിരുന്നേ. കുറച്ച് ശർക്കര ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചതായിരുന്നു. അരിഷ്ടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും സെറ്റായി വരുള്ളൂ. പിന്നെ ഭയങ്കര ലഹരിയായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ അരിഷ്ടം അങ്ങനെ കുടിക്കത്തില്ല കേട്ടോ. 1-2 സിപ്പ് അത്ര തന്നെ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് കുടിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ അരിനെല്ലിക്ക കഴുകിയിട്ടതുണ്ടായിരുന്നേ, അത് വാരിയിട്ട് ഉപ്പുകൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള കണ്ടെയ്നറാണ്. നമുക്ക് കുറച്ച് അധികം ഇട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നല്ല കണ്ടെയ്നറാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ഇവിടെ വന്നിട്ട് മധുരക്കിഴങ്ങ് പന്നി ഊത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. ആ വള്ളിയാണ് കേട്ടോ ഇത്. അതിൽ കുഞ്ഞു മധുരക്കിഴങ്ങും പിന്നെ വലുതൊക്കെ ഉണ്ടായിരുന്നു. പന്നി തിന്നിട്ട് പോയി. കുറച്ച് കുഞ്ഞിതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിറയെ കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. തൊട്ട് മുകളിലായിട്ടായിരുന്നു ചോളം നിന്നപ്പോൾ അന്നത്തെ തന്നെയാണ് അന്ന് വൈകുന്നേരമായപ്പോൾ ഞാനെന്നാൽ ചോളം മൊത്തം ഒടിച്ച് വെച്ചേക്കാം. ഇന്ന് രാത്രി ഇനി പന്നി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടെ കളയത്തില്ലേ. നമുക്ക് ആവശ്യത്തിനുള്ള രാവിലെ ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി മൊത്തം ഒടിച്ചെടുത്തിട്ട് വന്നു കേട്ടോ. ഇന്നലെ നിർത്തിയാൽ ശരിയാവത്തില്ല, അത് മൊത്തം കൊണ്ടുവന്നപ്പോൾ രാത്രി നമുക്ക് പുഴുങ്ങാം. അപ്പം അങ്ങനെ ഇത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചവിട്ടിയൊക്കെ കലക്കാനായിട്ടുണ്ടായിരുന്നേ. തൊട്ടിൽ വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചവിട്ടിയൊക്കെ ഒന്ന് കഴുകാനുള്ള അതൊക്കെ സോപ്പിലൊന്ന് മുക്കി അതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അത് ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയ ചവിട്ടികളാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. പല ടൈപ്പിലുള്ള ചവിട്ടികളുണ്ട്. നോർമലി കുഞ്ഞ് ചവിട്ടിയാണ് കേട്ടോ. നമുക്ക് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാനായിട്ടൊക്കെ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ ചവിട്ടിയാണ് കേട്ടോ അത്. പിന്നെ ഒരു ചവിട്ടിയുണ്ടേ, നല്ല ചെമ്പരത്തിയുടെ അതുപോലെ തന്നെ റോസാപ്പൂവൊക്കെ പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതിന് പല കളറുണ്ട്. നമുക്ക് വെള്ളം പോവുക പൊടി പോവുക അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇട്ടേക്കാമെന്ന് മാത്രം കേട്ടോ. പിന്നെ ഈ ഒരു ചവിട്ടി നല്ല ഫ്രണ്ടിലൊക്കെ ഇടാനാണ് നല്ല നന്നായിട്ട് പൊടിയൊക്കെ പോകുന്നത്. നല്ലൊരു ചവിട്ടികളാണ്. നമ്മുടെ ഇവിടെ തണുപ്പ് വരുന്ന സമയത്ത് തറ നന്നായിട്ട് തണുക്കുണ്ട് നമുക്ക് ചവിട്ടി നടക്കുമ്പോഴൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഇടാനായിട്ടാണ് ഈ ഒരു കട്ടിയുള്ള ടൈപ്പ് ഒരു പുതപ്പ് പോലെ തന്നെയാണ് അത് വാങ്ങിയേക്കുന്നത്. നിലത്ത് വിരിച്ചിട്ടിട്ട് നടക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മഴയൊക്കെയുള്ള സമയത്ത് നമുക്ക് കാലിങ്ങനെ പൂച്ചി പിടിക്കുന്ന പോലെ ഉണ്ടാകും തണുപ്പാകുമ്പോഴേ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ചവിട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ലിങ്ക് എന്തെങ്കിലും കൊടുക്കാം, ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ചവിട്ടിയൊക്കെ കലക്കി നേരെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചോളമൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോളമൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ കുരുമുളക് അങ്ങനത്തെ അതിൻ്റെ ലിങ്കല്ല, ഞാൻ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ.